ഹായ് ഹലോ എല്ലാവർക്കും AD4 ടോക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടെ സ്വാഗതം. ബ്ലാസ്റ്റേഴ്സ് ആരാധകരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും സന്തോഷകരമായ ഒരു നിമിഷത്തിലൂടെ കടന്നു പോവുകയാണ്. കാരണം ഒട്ടും പ്രതീക്ഷിക്കാതെ പ്രവചനങ്ങളെ തിരുത്തി പ്രഡിക്ഷനുകളെ തീർത്തും മാറ്റി എഴുതിയ ഒരു മത്സരത്തിന് കൊച്ചി ഇൻ്റർനാഷണൽ സ്റ്റേഡിയം സാക്ഷ്യം വഹിച്ചിരിക്കുകയാണ്. ഈ ഒരു നിമിഷത്തിൽ എന്തുകൊണ്ടും താരങ്ങളെയും ഇവാൻ വുക്കുമനോവിച്ചിനെയും നമ്മൾ പ്രോത്സാഹിപ്പിച്ചേ മതിയാകും. കാരണം മത്സരം കൈവിട്ടുപോയി എന്ന് കരുതിയെടുത്തു നിന്നും തിരിച്ചു വരികയാണ് കേരള ബ്ലാസ്റ്റേഴ്സ്. ഇവാൻ വുക്കുമനോവിച്ചിൻ്റെ കൃത്യമായ തന്ത്രങ്ങളിലൂടെ ഡൈസുക്കി സക്കായിയെ കളത്തിലേക്ക് ഇറക്കുന്നു. അങ്ങനെ മാറ്റങ്ങളുടെ ഒരു മാലപ്പടക്കം സൃഷ്ടിച്ചുകൊണ്ട് മത്സരം ഗതി തന്നെ മാറ്റുകയായിരുന്നു. സോ എന്തുകൊണ്ടും നല്ലൊരു മത്സരം എന്ന് വേണമെങ്കിൽ ഈ ഒരു മത്സരത്തെ വിശേഷിപ്പിക്കാം. രണ്ടാം പകുതി ഒരിക്കലും പ്രതീക്ഷിക്കാത്ത രൂപത്തിലുള്ള ചലനങ്ങൾ സൃഷ്ടിക്കാൻ ബ്ലാസ്റ്റേഴ്സിനെ കൊണ്ട് സാധിച്ചിട്ടുണ്ട്. 2 ഗോളുകൾക്ക് ആദ്യ പകുതിയിൽ ഗോവ വിജയിച്ച് നിന്നെങ്കിൽ പോലും രണ്ടാം പകുതിയിൽ ഡൈസുക്കി സക്കായിയുടെ രംഗപ്രവേശനം നല്ല രൂപത്തിൽ ബ്ലാസ്റ്റേഴ്സിനെ ഉപകാരപ്പെടുത്തി. ഡൈസുക്കി സക്കായി ആദ്യ ഗോൾ കാണുകയും പിന്നീടൊരു ഗോൾ ഡിമിത്രിയോസ് ഡാമൻഡഗോസ് പെനാൽറ്റിയിലൂടെ കണ്ടെത്തുകയും പിന്നീടൊരു ഗോൾ ഗോൾ കീപ്പറുടെ അബദ്ധവശാൽ വീണ് കിട്ടിയ അവസരം മുതലെടുത്തുകൊണ്ട് 3-ാം ഗോൾ ഡിമിത്രിയോസ് സ്വന്തമാക്കുകയും ചെയ്തു. അവസാന നിമിഷത്തിൽ ഫെഡോർ സിർണിച്ച് അദ്ദേഹത്തിൻ്റെ ആദ്യ ഗോൾ ബ്ലാസ്റ്റേഴ്സിനായി സ്വന്തമാക്കുന്നു. അങ്ങനെ 4-2 എന്ന ഒരു സ്കോർ ബോർഡിൽ ബ്ലാസ്റ്റേഴ്സ് വിജയിക്കുകയും ചെയ്യുന്നു. സോ ഈ ഒരു മത്സരത്തെക്കുറിച്ച് നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത്? മത്സരത്തിൻ്റെ ഒരു അഭിപ്രായം താഴെ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കും. ഈ ഒരു മത്സരത്തിൻ്റെ ഒരു സ്റ്റോറി ടൈപ്പ് വീഡിയോ നാളെ നമ്മുടെ ചാനലിൽ വരുന്നതാണ്. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് മാക്സിമം സപ്പോർട്ട് ചെയ്യുക. അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണാം.